പാലിയേക്കരയിൽ ടോൾ പിരിവ് പുനഃസ്ഥാപിച്ചു. നിബന്ധനകളോടെയാണ് ഹൈക്കോടതി ടോൾ പിരിവ് പുനഃസ്ഥാപിച്ചത്. പുതുക്കിയ നിരക്ക് ഈടാക്കരുതെന്ന് കോടതി ആവശ്യപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി മുകേഷ് ലാൽ ചേരുന്നു. മുകേഷ്, പല സംഘർഷങ്ങൾക്കും ചർച്ചകൾക്കും ഒടുവിലാണ് ടോൾ പുനഃസ്ഥാപിച്ചിരിക്കുന്നത്. ടോൾ പിരിക്കുന്നതിൽ പുതിയ വല്ല മാറ്റങ്ങളും വന്നിട്ടുണ്ടോ? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? പ്രിയങ്ക, 71 ദിവസങ്ങളിലധികമായി നിർത്തിവെച്ച പാലിയേക്കരയിലെ ടോൾ പിരിവ് ഇപ്പോൾ ഹൈക്കോടതി പുനഃസ്ഥാപിക്കുകയാണ്. ടോൾ പിരിവ് വിലക്കിയ ഇടക്കാല ഉത്തരവ് നീക്കുന്നത് സംബന്ധിച്ച ഹർജി പരിഗണിക്കവെയാണ് ഡിവിഷൻ ബെഞ്ച് ടോൾ പിരിവ് പുനഃസ്ഥാപിക്കാൻ വീണ്ടും ഉത്തരവായിരിക്കുന്നത്. ഓഗസ്റ്റ് 6 മുതൽ നിർത്തിവെച്ച ടോൾ പിരിവ് ഇതോടെ പുനഃസ്ഥാപിക്കുകയാണ്. ഉപാധികളോടെയാണ് പുനഃസ്ഥാപിക്കുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട്. കാരണം കഴിഞ്ഞ സെപ്റ്റംബർ 1 ടോൾ നിരക്ക് പുതുക്കിയിരുന്നു, ടോൾ നിരക്ക് വർദ്ധിപ്പിച്ചിരുന്നു. എന്നാൽ ആ ടോൾ നിരക്ക് ഈടാക്കരുത്, പഴയ ടോൾ നിരക്ക് ഈടാക്കണം എന്നുള്ള നിബന്ധനയോടുകൂടിയാണ് ടോൾ പിരിവ് ഹൈക്കോടതി പുനഃസ്ഥാപിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ആദ്യം ഓഗസ്റ്റ് 6-നാണ് 4 ആഴ്ചത്തേക്ക് ടോൾ പിരിവ് പാലിയേക്കരയിൽ നിർത്തിവെച്ചത്. കാരണം അത്രയേറെ ഗതാഗത കുരുക്കും അപകടങ്ങളും ഇവിടെ ആയിരുന്നു. അതുകൊണ്ട് ആദ്യം 4 ആഴ്ചയിലേക്ക് ടോൾ വിലക്കിയ ഹൈക്കോടതി പിന്നീട് പല ഘട്ടങ്ങളിലായി ഈ ടോൾ വിലക്ക് നീട്ടുകയായിരുന്നു. പിന്നീട് ഏറ്റവും ഒടുവിലാണ് ഇന്ന് വെള്ളിയാഴ്ചയിലേക്ക് കോടതി ഈ ഹർജി പരിഗണിക്കാനായി നീക്കിവെച്ചത്. ഒടുവിൽ 71 ദിവസങ്ങൾക്ക് ശേഷം ടോൾ പിരിവ് പുനഃസ്ഥാപിക്കാൻ ഈ മേഖലയിൽ കുരുക്ക് കുറയുന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കാരണം ആമ്പല്ലൂരിലും മുരിങ്ങൂരിലും ഇപ്പോഴും അടിപ്പാത നിർമ്മാണമുണ്ട്. ഇപ്പോൾ തന്നെ പല സമയത്തും ഗതാഗത കുരുക്കുണ്ട്, പലവിധ അപകടങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം ആമ്പല്ലൂര് ഒരു വനിത വാഹനമിടിച്ച് മരിച്ചിരുന്നു. ഇതുപോലെ കുരുക്കും അപകടങ്ങളും റോഡിന്റെ സർവീസ് റോഡ് ഇടിയലടക്കമുള്ള പലവിധ പ്രശ്നങ്ങൾ നിൽക്കുമ്പോഴാണ് വീണ്ടും ടോൾ പിരിവ് പുനഃസ്ഥാപിക്കുന്നത്. പ്രധാനമായും ടോൾ കമ്പനി ഈ ടോൾ പിരിക്കാനുള്ള ഉപാധിയിലുള്ള മുഴുവൻ ഉപാധികളും കൃത്യമായി പാലിക്കുന്നില്ല, നിബന്ധനകൾ പാലിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. ഇപ്പോൾ ഒടുവിൽ ടോൾ പിരിവ് പുനഃസ്ഥാപിക്കാനായി ഹൈക്കോടതി ഉത്തരവിടുമ്പോൾ ഇനിയുള്ള മണിക്കൂറുകളിൽ, ഇനിയുള്ള ദിവസങ്ങളിൽ പാലിയേക്കര ടോൾ പ്ലാസയിൽ വലിയ കുരുക്കുണ്ടാകും. ഈ ടോൾ കുരുക്ക് ആമ്പല്ലൂർ വരെ നീളും. അത് മാത്രമല്ല, ഈ കുരുക്ക് എറണാകുളം വരെ പോകുന്നവർക്ക് അവിടേക്കെല്ലാം വലിയ കുരുക്കായി മാറും എന്നുള്ളതാണ് നിലവിലെ വസ്തുത. പ്രിയങ്ക.